അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പാഠമാണ് ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നും ഏതെല്ലാം ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് നോക്കാം, വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിൽ പറയുന്നത് ഇസ്ലാം കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണവും പഠിച്ചു പോവുക. അപ്പോൾ 1 ഷഹാദത്ത് കലിമ, 2 അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക എന്നതാണ്. 2ാമത്തേത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. 3 സക്കാത്ത് കൊടുക്കുക. 4 റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. 5 ഹജ്ജ് ചെയ്യുക. പിന്നെ അതിൽ പറയുന്നത് 2 ഷഹാദത്ത് കലിമയാണ്. അപ്പോൾ ഷഹാദത്ത് കലിമ 2ഉം പിന്നെ അതിൻ്റെ അർത്ഥവും എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഒരു ഷഹാദത്ത് കലിമ. അതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. 2ാമത്തേത് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് 2ാമത്തെ ഷഹാദത്ത് കലിമ. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആയിരിക്കും 1ാം പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ചെറിയൊരു രൂപം നോക്കാം. ഒന്നാമത്തേത് ആ 2 ഷഹാദത്ത് കലിമ ക്രമത്തിലാക്കാൻ നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രമത്തിൽ നമ്പർ ഇടാം. ഇവിടെ നൽകിയത് അല്ലാ ഇലാഹ അല്ലാഹു അഷ്ഹദു ഇല്ല. അപ്പോൾ അത് നമ്മൾ ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരും അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അതുപോലെ തന്നെ 2ാമത്തെ ഷഹാദത്ത് കലിമ ക്രമത്തിൽ നമ്പർ ഇടാം എന്നതാണ്, ക്രമത്തിലാക്കാനാണ്. അന്ന റസൂലുള്ളാഹി മുഹമ്മദൻ വ അഷ്ഹദു. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വരും. അതുപോലെ 2ാമത്തെ ഒരു ചോദ്യം നൽകുന്നത് യോജിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണവും പഠിച്ചിട്ടുണ്ട്. അപ്പം അതുമായി സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നത്. എങ്ങനെയാണ്? റമദാൻ മാസം, ഇസ്ലാം കാര്യങ്ങൾ, 5 സമയം, ഷഹാദത്ത്. അപ്പോൾ റമദാൻ മാസം അതിനോട് യോജിച്ചത് ഏതാണ് വരിക? നോമ്പ് നോൽക്കൽ എന്നുള്ളതാണ്. അപ്പോൾ റമദാൻ മാസം എന്നുള്ളതിനോട് നോമ്പ് നോൽക്കൽ എന്നെഴുതുക. പിന്നെ 2ാമത്തേത് ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് ഏതെഴുതുക? 5 ആകുന്നു എന്നെഴുതുക. ഇസ്ലാം കാര്യം 5 ആണല്ലോ. പിന്നെ 5 സമയം എന്നതിനോട് യോജിച്ചത് നിസ്കാരം എന്നുള്ളതാണ്. പിന്നെ ഷഹാദത്ത് കലിമ എന്നുള്ളത് 2 ആകുന്നു എന്നതാണ്. അപ്പോൾ 1ാമത്തേത് റമദാൻ മാസം, നോമ്പ് നോൽക്കുക. 2ാമത്തെ ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. 5 സമയം, നിസ്കാരം, ഷഹാദത്ത് കലിമ 2 ആകുന്നു. ഇനി നമുക്ക് 2ാം ഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. 2ാം പാഠത്തിൻ്റെ പേര് നിസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. പിന്നെ എത്ര നിസ്കാരങ്ങളുണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 വക്ത് നിസ്കാരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് ഓർഡറിൽ ഒന്ന് എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക. ഏതൊക്കെയാണ്? 1ാമത്തേത് ളുഹറാണ്, 2ാമത്തേത് അസ്വറാണ്, 3 മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹ്. അപ്പോൾ അതിൽ കളറ് നോക്കി നിസ്കാരത്തിൻ്റെ പേര് എഴുതാം എന്നുണ്ട്. ളുഹർ, അസ്വർ, മഗ്രിബ്, ഇശാ, സുബ്ഹി അല്ലേ? പിന്നെ അപ്പം ആ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. ചിലപ്പം പൂർത്തിയാക്കാം എന്നുണ്ടാകും. ഓരോ നിസ്കാരത്തിൻ്റെയും കറക്റ്റ് ഓർഡറിൽ കൊടുക്കും. അതിൽ ചിലത് എഴുതുകയില്ല. ഇപ്പോൾ ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ളുഹർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അസ്വർ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് അവിടെ പൂരിപ്പിക്കാനായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അസ്വർ എന്ന് എഴുതി കൊടുക്കണം. 3ാമത്തേത് മഗ്രിബ് എന്ന് എഴുതി കൊടുക്കണം. 4ാമത്തേത് അവിടെ ഇഷാ എന്നുണ്ട്. പിന്നെ 5ാമത്തേത് സുബ്ഹി എന്നവിടെ എഴുതി കൊടുക്കണം. ആ രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത.
ഇനി മൂന്നാമത്തെ പാഠം എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത്. വുളൂവിൻ്റെ 2 നിയ്യത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, രണ്ടാമത്തെ എന്താണ് വുളൂവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അപ്പം വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ട നിയ്യത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഏതാണ്? വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത്, അല്ലേ? അപ്പോൾ അതാണ് രണ്ടാമത്തെ നിയ്യത്തും ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യേണ്ടത് എന്താണ്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അപ്പം അതൊക്കെയാണ്. ഇനി നാലാമത്തെ പാഠം വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നും ഏതെല്ലാം ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഉത്തരം പറഞ്ഞെഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏതാണ്? വുളൂ മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ വുളൂ മുറിയുന്ന കാര്യങ്ങൾ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്ത വല്ലതും പുറപ്പെടുക. മനിയ് അല്ലാത്തവ പുറപ്പെടുക. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പോൾ ഏതെല്ലാം വരും? ഉറക്കം, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്, അതുപോലെ മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങും. പിന്നെ മൂന്നാമത്തെ വുളൂ മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഏത്? മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. അത് വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. ഇനി നാലാമത്തത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. അപ്പോൾ അതൊക്കെ വുളൂ മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉറങ്ങുക, ബോധക്ഷയം, ഭ്രാന്ത്, മത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തത് മുൻകൈയിൻ്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. ഇനി നാലാമത്തത് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ? വുളൂ മുറിയുകയില്ല. അപ്പം ഇതാണ് ഈ 4 പാഠങ്ങളിൽ നിന്നായിരിക്കും ഫിഖ്ഹിൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ക്ലാസ് വീണ്ടും കേൾക്കുക, നല്ല രൂപത്തിൽ പഠിക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളുടെ പഠിച്ചതെല്ലാം ഇൽമ് നാഫിയാക്കി തരുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.